ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സിദ്ദിഖ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കാമെന്ന സംശയത്തിൽ എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിദ്ദിഖിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, ക്രൈംബ്രാഞ്ച് SP എന്നിവരെ ബന്ധപ്പെടണമെന്നാണ് നോട്ടീസിലുള്ളത്. ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കാനാണ് നോട്ടീസ്. അതേസമയം അറസ്റ്റ് ഒഴിവാക്കാൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായാണ് ജൂനിയറായ രഞ്ജിത റോത്തഗി വഴി ഹർജി നൽകിയത്. സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്നത് വ്യക്തമായതോടെ അതിജീവിത കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അസാധാരണ സാഹചര്യങ്ങൾ മാത്രമാണ് ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകാറുള്ളത്. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതിയിൽ ദിലീപിന് വേണ്ടി ഹാജരായ അതേ അഭിഭാഷക സംഘമാണ് സിദ്ദിഖിന് വേണ്ടിയും സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിച്ചേക്കും. അറസ്റ്റ് ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കങ്ങളാണ് സിദ്ദിഖ് നടത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് പരമോന്നത കോടതിയിലെത്തിയത്. ഹൈക്കോടതി വിധി വന്നതിനു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സിദ്ദിഖ് നീക്കം തുടങ്ങിയിരുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷകൻ സംസാരിച്ചിരുന്നു. വിധി പകർപ്പും കൈമാറി. ഹൈക്കോടതി വിധിയിലെ ചില പോരായ്മകൾ ഉയർത്തിക്കാണിച്ച് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖ് നടത്തുന്നത്. പീഡനം നടന്നെന്ന ആരോപണം ഉന്നയിച്ച് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് നൽകുന്നത്. പരാതി നൽകാനുണ്ടായ കാലതാമസത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണമില്ല. അതിനാൽ കേസിൽ മുൻകൂർ ജാമ്യത്തിന് തനിക്ക് അവകാശമുണ്ടെന്നും സിദ്ദിഖ് വാദിക്കുന്നുണ്ട്. സമൂഹത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താൻ. മറ്റ് ക്രിമിനൽ കേസുകളില്ല. ഈ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല. അന്വേഷണവുമായി കോടതി നിർദ്ദേശിക്കുന്ന തരത്തിൽ സഹകരിക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുവെന്നാണ് വിവരം. അതിജീവിത സാമൂഹിക മാധ്യമങ്ങളിലടക്കം നടത്തിയ ചില പ്രസ്താവനകളും സിദ്ദിഖ് ഹർജിയിൽ പരാമർശിച്ചേക്കും. ഇതിനിടയിലാണ് അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയത്. മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് അതിജീവിതയ്ക്കായി ഹാജരായേക്കും. സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. കേസന്വേഷിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. മുൻകൂർ ജാമ്യം വെള്ളിയാഴ്ചയെങ്കിലും ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനാണ് സിദ്ദിഖിന്റെ ശ്രമം. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമാണ് ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകാറുള്ളൂ. നേരത്തെ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന്റെ കേസിൽ ഹൈക്കോടതി ഉത്തരവ് ശരിവച്ച് കീഴടങ്ങാനുള്ള നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി നൽകിയത്. അതേസമയം ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖ് കേരളത്തിൽ നിന്നും കടന്നതായി സൂചനയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയെടുക്കുകയാണ് സിദ്ദിഖിന്റെ ലക്ഷ്യം. ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖ് കൊച്ചിയിൽ നിന്ന് കടന്നിരുന്നു. അവസാനമായി സിദ്ദിഖിന്റെ ഫോൺ ലൊക്കേഷൻ പാലാരിവട്ടത്തായിരുന്നുവെന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല.